രാവിലെ കക്ഷി തേങ്ങ തിരുമുന്നിടത്ത് വന്നേക്കുകയാണ്. തേങ്ങ തിരുമുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ വന്നതാണ്. കണ്ടോ, അമ്മ ഇതിന് ബിസ്ക്കറ്റും ഒക്കെ പൊഴിച്ചു കൊടുക്കും. അപ്പോഴേ അത് കഴിക്കാൻ എന്നും വരും. നല്ല പരിചയമാണിതിന്. അപ്പോഴേ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. സമയം 8 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പം പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ മടിച്ചിരുന്നു. അപ്പം അമ്മ പറഞ്ഞു പള്ളിയിൽ പോവും, രാവിലെ ഒന്നും വെള്ളിയാഴ്ചയൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു മനസ്സമാധാനമില്ല ഒന്നും ഉണ്ടാക്കാതെ പോകാൻ. സർവത്ര മടിയാണ് ഇന്ന് എല്ലാ കാര്യത്തിനും. അപ്പം ഞാൻ ഓർത്തു എന്താ ഉണ്ടാക്കണം. പൊടികളൊക്കെ ഉണ്ട്, പുട്ടുപൊടിയും ഇടിയപ്പത്തിനുള്ള പൊടിയും ആട്ടയും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മടി പിടിച്ച ദിവസമാണ് ഇന്ന്. പിന്നെ ഓർത്ത് എളുപ്പമല്ല ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് നേരത്തെ വേവിച്ചപ്പം വലിയ കാര്യത്തിൽ വെന്തില്ല എങ്കിലും ഞാൻ കുഞ്ഞതായിട്ട് ഇതൊന്ന് നുറുക്കിയിടുകയാണ്. ഇവിടെ ഈ മഴയായതുകൊണ്ട് മീനൊന്നുമില്ല. ഉണക്കമീൻ ഇരിപ്പുണ്ട്, വറുത്ത മീൻ. ഇന്നലെ ഞാൻ ഉണക്കമീൻ വറുത്ത് വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ തൈര് ഇരിപ്പുണ്ട്, മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോഴിത് ഉണ്ടാക്കി ഞാൻ ഒന്ന് വെച്ചിട്ട് ഞാൻ പള്ളിയിൽ പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഇനി ഞായറാഴ്ച ദിവസം മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടും ഞാൻ പതിവ് തെറ്റിച്ചു. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ അതിനോട് നിങ്ങളോടെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണം രാവിലെ നേരം വെളുത്ത് എണീക്കുമ്പം ഞാൻ ഓർക്കും ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടണം. വ്യൂസ് കിട്ടിയാലും വ്യൂസ് കിട്ടിയില്ലേലും അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുമല്ല കൂട്ടുകാരെ, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. മടിയുടെ അല്ല, അറിയില്ല. ഞാൻ പകുതി പറയുമ്പോഴേ തെറ്റിപ്പോകും, പിന്നെയും ഞാനത് ആവർത്തിക്കും. അങ്ങനെയാണ് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. അതേസമയം ഈ വീഡിയോ എടുക്കുമ്പോഴെന്തെങ്കിലും സംസാരിച്ചു പോവുകയും ചെയ്യും. എന്താണ് കൂടുതൽ പറയാനുള്ളത് അത് അറിയത്തില്ല. പക്ഷെ ഇത് കയ്പുള്ള കപ്പയല്ല കേട്ടോ. ഇത് നല്ല കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണ്. പക്ഷെ ഒരു ടേസ്റ്റും മറ്റുമൊന്നും ഇല്ലാത്ത ഒരു കപ്പയായിരുന്നു കിട്ടിയത്. എന്നിട്ട് ഞാൻ പച്ചക്കറിക്കാരനോട് പറയുകയും ചെയ്തു നിങ്ങളുടെ കപ്പ മേടിച്ചിട്ട് വെന്തുപോലും ഇല്ലാന്ന്. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, പക്ഷെ ഞാനത് ഓർക്കും. അങ്ങനെ ഒരു മനുഷ്യരോട് തുറന്നടിച്ച് പറയരുതെന്നോ പല പ്രാവശ്യം ഓർക്കും. അതാരോടായാലും എന്തായാലും എൻ്റെ ഒരു വല്ലാത്ത ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ആ മനുഷ്യരോട് ആ കാര്യം തുറന്നടിച്ച് പറയുക. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തിലേക്ക് ഒരുപാട് വന്നിട്ടുമുണ്ട് കൂട്ടുകാരെ, തുറന്നടിച്ച് പറയുന്നത് നിമിത്തം. അപ്പോഴേ കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് കഴുകിയെടുക്കാം. ഇങ്ങനെ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഴ ഭയങ്കരമായിട്ട് മഴ. പക്ഷേ ഇപ്പോഴും മഴയ്ക്കൊരു ശമനമുണ്ട്. ഞാൻ ഈ ജോലി ചെയ്യുന്ന അവസരത്തിൽ മഴയ്ക്ക് നല്ല ശമനമുണ്ട്. എങ്കിലും ആകാശം മൂടിക്കെട്ടി കിടക്കുകയാണ്. ഏത് സമയത്തും മഴ പെയ്യും, അതേ നിലയിലാണ്. ഇന്നലെയാണെങ്കിൽ ഇവിടെ നമ്മുടെ സമീപ പ്രദേശത്ത്, നമ്മുടെ ഇവിടെങ്ങുമല്ല, നമ്മുടെ സമീപ പ്രദേശം എന്ന് അറിയാവുന്നിടം താനുമാണ്, ഒരേ പഞ്ചായത്താണ്. അവിടെ ആണെങ്കിൽ ഒരു മലയ്ക്കൂന്ന് ഉരുള് പൊട്ടി വന്നതാണ്. വേറൊരു സ്ഥലത്താണ് കൂടുതലും നാശം സംഭവിച്ചത്. അവരുടെ പറമ്പ്, 2 കൂട്ടരുടെ പറമ്പ് മുഴുവനും ഒഴുകിപ്പോയെന്ന് പറയുന്നു. പക്ഷേ അവരുടെ വീടുകള് സൈഡ് ഉണ്ടായിരുന്നു. അവരുടെ 2 കൂട്ടരുടെയും വീടിന്റെ നടുക്കോടാണ് ഒഴുകിപ്പോയത്. അപ്പറേ വീട് എവിടെ ഇരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടുപോയി എന്ന് പറയുന്നു. അപ്പോഴേ ഞാനാ ഓർക്കുന്നത് എന്തോ എവിടെ ഏത് കടലിന്റെ നടുക്ക് ചെന്ന് ഇരുന്നാലും ആപത്തനർത്ഥം വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവം നിശ്ചയിക്കണം. അതെല്ലാം ഒരു വിധിയാണ് ആപത്ത് വരുന്നത്. ഒന്നും നമ്മുടെ കൈകളിലല്ല. നമ്മളെ ദൈവത്തിനെ പരമേൽപ്പിക്കുന്നു. നമ്മുടെ ജീവനെയും സ്വത്തിനെയും എല്ലാം ദൈവം നോക്കിക്കൊള്ളും. അതേ ഈ അവസരത്തിൽ ഈ മഴയെ സംബന്ധിച്ചും
നമ്മുടെ ജീവിതത്തെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളൂ. അപ്പോഴേ നമ്മുടെ കപ്പയൊക്കെ പൊളിച്ചെടുത്തും ഇതിനെ ഒന്ന് കഴുകി ഞാൻ അടുപ്പത്തോട്ട് ഇടട്ടെ. അപ്പം കപ്പ പൊളിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ ഇഷ്ടം പോലെ കപ്പയുണ്ട് കേട്ടോ. അപ്പോഴേ ഇതൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകി, സാധാരണ ഞാൻ കപ്പ ആദ്യമേ ഒന്ന് കഴുകി എടുക്കുന്നതാണ്. ഇന്ന് ഞാൻ ആ കഴുകിയൊന്നും എടുത്തില്ല. ഈ വീഡിയോയിൽ കേൾക്കാമോ ഞങ്ങളുടെ അമ്മയുടെ വലിയ തുമ്മല്? രാവിലെ ഭയങ്കര തുമ്മലാണ്. അപ്പോഴും ഞാനൊന്ന് കഴുകി എടുത്തോട്ടെ. കുറേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്, തുടച്ച് എടുത്ത് വെക്കണം. ഇന്ന് എനിക്ക് മടിയുള്ള ദിവസമാണെങ്കിലും പള്ളിയിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യണം. എന്തായാലും ഞാൻ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചേക്കുന്നു. ഇത് കഴുകി പുഴുങ്ങി അമ്മയ്ക്ക് ഒരു ചമ്മന്തിയോ തൈര് ചമ്മന്തിയോ വല്ലതും ഉണ്ടാക്കി കൊടുത്തിട്ട് പള്ളിയിൽ പോകാം. അത് കഴിഞ്ഞിട്ട് വന്നേ ഞാൻ കഞ്ഞി ഇടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് കപ്പയുടെ. കുറച്ച് ഉപ്പൂടം കോരിയിട്ടേക്കാം. വെള്ളത്തിലല്ലേ ഉപ്പ്. ഇരുന്ന് വെന്തോട്ടെ, അപ്പോഴത്തേക്കിനും കുളിച്ചിട്ട് വരാം. ഇപ്പോഴേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞെത്തി. നമ്മളല്ല, ഞാൻ കുളി കഴിഞ്ഞെത്തി. ഈ നമ്മളെന്ന് പറഞ്ഞിപ്പോ അങ്ങ് നമ്മളെന്നായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. കപ്പയുടെ നിലപാടെന്തായി? കപ്പ എന്തായാലും വെന്തിട്ടുണ്ട് കേട്ടോ. ഊറ്റാറായി, പരുവത്തിന് വെന്തതേ ഉള്ളൂ. കുളി കഴിഞ്ഞപ്പോഴത്തേക്കിനും കപ്പ നല്ലവണ്ണം വെന്തി. ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഇവിടെ വെക്കാം. അമ്മ വന്ന് പറഞ്ഞ് രാവിലത്തെ ന്യൂസ് ഒന്ന് വെക്കേ, മഴയൊക്കെ എന്തായെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറയുന്നു. ഞാനൊന്ന് ന്യൂസ് വെച്ച് കൊടുത്തിട്ട് വരട്ടെ. ഞാൻ കപ്പ ഊറ്റിയിട്ട് വരാം. കപ്പ ഊറ്റി എടുത്തു. ഇനിയും ചമ്മന്തി അരയ്ക്കാനെ കൊണ്ട് 2 മുളക് പറിക്കാൻ പോകാം. മഴയാ, ചാറ്റമഴയുണ്ട്. ഇതിൽ 2 മുളക് നിൽപ്പുണ്ട്, പറിച്ചോണ്ട് വരട്ടെ. ഇന്ന് ഈ ചേമ്പലയൊക്കെ പറിച്ച് തോരൻ വെക്കണം. എല്ലാവരും പത്തിലത്തോരൻ വെക്കുന്നത് കണ്ട് ഞാനും ഒരു പത്തിലത്തോരൻ വെക്കാമെന്ന് കരുതുന്നു. ഇത് കുറേയേറെ മുളകുണ്ടായിരുന്നു. കിളികളെല്ലാം തിന്നതാണ്. ഇത്തിരി മുളകുണ്ടായിരുന്നു ഇതിൽ. കിളികൾക്ക് മഴയും പിടിച്ച ആഹാരം വേണ്ടേ, മുഴുവനും കഴിച്ചു. ഇത്
ഇപ്പോഴേ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി പോയി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ കാന്താരിയും കൊല്ലയൊക്കെ ഉണ്ട്. ഇപ്പോഴേ കിളികളെല്ലാം മഴയല്ലേ, ഒന്നും ഇല്ലാത്തതിന് വന്ന് മുളകെല്ലാം തിന്ന് തീർത്തു. ഞാൻ മുളക് പറിക്കാൻ പറമ്പിലോട്ട് കയറിയതാ. ഭയങ്കര മഴ കൂട്ടുകാരി. ഇനിയും നനയും ഞാനിപ്പോൾ. പഴയ കപ്പയ്ക്ക് വേണ്ടി ഉപ്പുടക്കിയാണ്. ഉപ്പുടക്കിയത് എനിക്ക് വയ്യ. എൻ്റെ ഇങ്ങനൊക്കെ അതാ ഞാൻ വർത്തമാനം പറയാത്തത്. കപ്പയ്ക്ക് വേണ്ടി ചമ്മന്തി ഉടക്കിയാണ്. ചമ്മന്തി ഉടക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പും കാന്താരിയും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഉടച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യാനുസരണം വെള്ളം ചേർക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അങ്ങനെ ഞങ്ങൾ ചമ്മന്തി കപ്പയൊക്കെ ഇങ്ങനെ പുഴുങ്ങിയത് തിന്നാൻ. ഇതിന് പുഴുകുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇന്ന് എൻ്റെ ഒരു വീഡിയോയുടെ പന്നലായിട്ടുള്ളതും നല്ലതായിട്ടൊന്നും ഉള്ളതും ഒന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴേ എൻ്റെ പച്ചയായ വീഡിയോ അതാണ് എൻ്റെ വീഡിയോ. അപ്പോഴേ ഒരിച്ചിരി വെള്ളം കൂടി ചേർക്കാം. ഭയങ്കര മഴയാണ് കൂട്ടുകാരെ, ഭയങ്കര മഴ. അപ്പോഴേ അമ്മയ്ക്ക് ഞാൻ ഈ കപ്പയൊന്ന് കൊടുക്കട്ടെ. ഉണക്കമീൻ വറുത്തതും കാന്താരി ചമ്മന്തിയും കപ്പ പൊടിഞ്ഞത്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൊണ്ടിരിക്കും. വെളിച്ചെണ്ണ ഇത്രയുമായി. ഇനി ഒരു കവർ ഇരിപ്പുണ്ട്, പാക്കറ്റ് ഇരിപ്പുണ്ട്, പൊട്ടിച്ചൊഴിക്കണം. കുറച്ച് മതിയാകും. അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അതിന് ഗുളിക കഴിക്കുന്നുണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ദൈവം സഹായിച്ച് ഇതുവരെയില്ല, ഉണ്ടാകാതിരിക്കട്ടെ. ഇവിടെ കപ്പ കഴിക്കട്ടെ. അതിനുശേഷം നമുക്ക് പള്ളിയിൽ പോയിട്ട് വീണ്ടും കാണാം.